90% വരുന്ന ഇറാനിയൻ മിസൈലുകളെയും ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നാണ് അമേരിക്കയും ഇസ്രയേലും അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്നും നമുക്കറിയാം അനവധിയായ മിസൈലുകൾ പശ്ചിമേഷ്യയിലേക്കും ഇസ്രയേലിലേക്കും നിരന്തരമായിട്ട് തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ 5000-ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി തകർത്ത് കളഞ്ഞിട്ടുള്ളത് ഇറാന്റെ പഴയ ശേഖരത്തിലുള്ള ഡമ്മി മിസൈലുകളെയാണ് എന്നാണ്. ചില വെബ്സൈറ്റുകളിൽ നിന്ന് ലഭ്യമാകുന്ന രേഖാചിത്രങ്ങൾ വഴി നമുക്ക് മനസ്സിലാകുന്നത് ഇറാന്റെ യഥാർത്ഥ ആയുധശേഖരം ഇറാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അവരുടെ യസ്ദ് പർവ്വത നിരകൾക്ക് കീഴിലുള്ള ഇമാം ഹുസൈൻ മിസൈൽ ബേസ് എന്ന് പറയുന്ന സങ്കേതത്തിന്റെ ഉള്ളിലാണ് എന്നാണ്. അമേരിക്കക്കും ഇസ്രയേലിനും ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ 40 കൊല്ലമായി കെട്ടിപ്പടുത്ത കൃത്യമായ അജണ്ടയോടുകൂടെ നിർമ്മിച്ചെടുത്ത ഒരു മിസൈൽ ബേസ് ആണ് ഇമാം ഹുസൈൻ മിസൈൽ ബേസ്. അത് സ്ഥിതി ചെയ്യുന്നത് ഇറാനിലെ യസ്ദ് പർവ്വത നിരകൾക്ക് കീഴിലാണ്. മിസൈൽ ബേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു പർവ്വതത്തിന്റെ കീഴിലല്ല, ഒരു ഗ്രാനൈറ്റ് കുന്നിന്റെ കീഴിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. ഗ്രാനൈറ്റ് പർവ്വതത്തിന്റെ ഏകദേശം 500 മീറ്റർ താഴെയായിട്ടാണ് മിസൈൽ ശാല അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുണ്ടായ ഈ ഗ്രാനൈറ്റ് പർവ്വതത്തിന്റെ കീഴിലുള്ള ഒരു മിസൈൽ സംവിധാനത്തെ ഒരിക്കലും തകർക്കൽ സാധ്യമല്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പ്രകൃതിദത്തമായ ഈ സംരക്ഷണമാണ് ഇറാന്റെ മിസൈലുകൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ സംരക്ഷണം. സാധാരണഗതിയിലുള്ള അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് തകർക്കാനാവുന്നത് കേവലം 60 മീറ്റർ താഴെയുള്ള വസ്തുക്കൾ വരെ മാത്രമാണ്. എന്നാൽ 60 കടന്ന് ബാക്കി 440 മീറ്റർ ദൂരത്തിന് അപ്പുറത്തായിട്ടാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരമാകുന്ന ഇമാം ഹുസൈൻ മിസൈൽ ശേഖരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 440 മീറ്റർ ഡെഡ് സോൺ കടന്ന് മാത്രമേ ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന് മിസൈൽ സംവിധാനത്തിന്റെ ശേഖരത്തെ നശിപ്പിക്കാൻ സാധ്യമാവൂ. അങ്ങനെ ഒരു ഉപകരണം ഇന്ന് വരെ ലോകത്ത് ആരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിസൈൽ ശാലയുടെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത എന്നത് ഈ മിസൈൽ ശാല കേവലം ഒരു മിസൈൽ സംരക്ഷണശാല മാത്രമല്ല, അതിന്റെ അകത്ത് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സംവിധാനം കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബങ്കറുകളിൽ സ്ഥിതി ചെയ്യുന്ന മിസൈൽ ശാലകളെ തകർക്കാൻ സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രയേലും തയ്യാറാക്കാറുള്ള പദ്ധതി എന്നത് ഇവയുടെ കവാടങ്ങൾ അടച്ചു കളയുക എന്നതാണ്. അങ്ങനെ കവാടങ്ങൾ അടക്കുമ്പോൾ അതിന്റെ അകത്തേക്ക് ഉള്ള ആളുകൾക്ക് പ്രവേശനം തടസ്സപ്പെടുകയും അതിന്റെ അകത്ത് ഉള്ള ആളുകൾക്ക് വായു കിട്ടാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതാണ് അവർ തയ്യാറാക്കാനുള്ള പദ്ധതി. പക്ഷെ അതിനെ മറികടക്കാൻ ഏകദേശം 10ഓളം വരുന്ന കവാടങ്ങൾ ഈ മലനിരകൾക്ക് പല ഭാഗത്തായിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കവാടങ്ങളുടെ പ്രത്യേകത ഒരു പ്രാവശ്യം തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ മറ്റൊന്ന് അവിടെ പുനർനിർമ്മിക്കാൻ സാധ്യമാകുന്ന രൂപത്തിലാണ് അവർ ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുമാണ്. കൃത്യമായി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തിയെ മനസ്സിലാക്കി അവരുടെ ആയുധങ്ങളെ വെല്ലുവിളിക്കാൻ പാകത്തിൽ മാത്രമാണ് ഇറാൻ ഈ ഭൂഗർഭ സൈനിക തുരങ്കത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും കരുത്തുറ്റ ബോംബ് എന്ന് പറയുന്നത് GUB-57 മോപ്പ് എന്ന് പറയുന്ന ബോംബാണ്. ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് പരമാവധി കടന്നെത്താൻ പറ്റുന്ന ദൂരം 10 മുതൽ 60 മീറ്റർ ദൂരം വരെയാണ്. പക്ഷേ ഇതൊരു ഗ്രാനൈറ്റ് പാറയായതുകൊണ്ട് തന്നെ ബങ്കർ ബസ്റ്റർ ബോംബിന് പരമാവധി 10 മീറ്റർ ദൂരം മാത്രമേ കടന്നു പോകാൻ സാധ്യമാകൂ എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കാരണം സാധാരണഗതിയിലുള്ള ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കരുത്ത് എന്ന് പറയുന്നത് 5000 PSI മാത്രമായിരിക്കും. എന്നാൽ ശക്തിയുള്ള പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കോൺക്രീറ്റുകൾക്ക് അത് ഒരു പക്ഷേ 30,000-ഓളം PSI വരെ ലഭ്യമാവാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഗ്രാനൈറ്റ് കുന്നിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ PSI വാല്യൂ എന്ന് പറയുന്നത് 30,000 മുതൽ 40,000 വരെ PSI വാല്യൂ ഉള്ള ഗ്രാനൈറ്റ് കുന്നിന്റെ കീഴിലാണ് അവർ ഈ മിസൈൽ ബേസ് സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും PSI കരുത്തുള്ള ഒരു സംവിധാനത്തെ തകർത്ത് അതിന്റെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും തന്നെ അമേരിക്കക്കും ഇസ്രയേലിനും സാധ്യമാകുന്ന ഒരു കാര്യം അല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇറാൻ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ പാറകളാൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സംരക്ഷണമാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ ഈ കരുത്തിനോടൊപ്പം അതിനൂതനമായ എഞ്ചിനീയറിംഗ് സംവിധാനത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇറാൻ തയ്യാറാക്കിയ ഉരുക്കുകോട്ടയാണ് യസ്ദ് പർവ്വതത്തിന്റെ കീഴിൽ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവരുടെ മിസൈൽ സംരക്ഷണ കേന്ദ്രം. അതോടൊപ്പം തന്നെ ഈ മിസൈൽ സംരക്ഷണ കേന്ദ്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള
മിസൈൽ സൂക്ഷിപ്പ് കേന്ദ്രത്തിന്റെ അകത്ത് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട റെയിലുകളുണ്ട്. ഈ റെയിലുകളിലൂടെ എല്ലാ സമയത്തും ഓട്ടോമേറ്റഡ് ആയി തന്നെ അതിൽ നിന്ന് മിസൈലുകളെ പുറത്തു കൊണ്ടുവരാനും അവയെ കൃത്യമായ സ്ഥലത്തേക്ക് വിക്ഷേപിക്കാനുമുള്ള സംവിധാനങ്ങൾ അതിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. 10ഓളം വരുന്നതിന്റെ കവാടങ്ങളിൽ നിന്ന് പല ഭാഗത്ത് കൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു തുരങ്കത്തെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കക്കും ഇസ്രായേലിനും ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അതിനെ തകർക്കാൻ അവർക്ക് മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നേരിട്ടുള്ള സൈനിക ആക്രമണത്തിലൂടെ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെയുള്ള മിസൈലുകളെ തകർത്ത് കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ ആക്രമണത്തിന് വേണ്ടി ഉള്ളിൽ കടക്കുന്ന എല്ലാ സൈനികരെയും അവിടെ വെച്ച് കൊല്ലാനുള്ള പ്രത്യേക സംവിധാനം എന്തായാലും ഇറാൻ ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.